വലിയ വലിയ ആലിമീങ്ങൾ അത്തരത്തിൽ ഈ ഭിന്നിപ്പുട്ടാക്കുന്ന കക്ഷികൾ അവർ പിഴച്ചവരാണെന്ന് പ്രഖ്യാപിച്ച് അവരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്ന് മുസ്ലിം ഉമ്മത്തിന് 1953 കാലത്ത് പെരിന്തൽമണ്ണയിൽ വെച്ച് ഫത്വ കൊടുത്ത് പഠിപ്പിച്ചു. അതിൽ ഒന്നാമത്തെ വിഷയം അവരുമായി കൂടിപ്പെരുമാറാതിരിക്കുക എന്നതായിരുന്നു. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാൻ കാരണം? അവരുമായി കൂടിപ്പെരുമാറുമ്പോഴേക്ക് എന്താ സംഭവിക്കുക? അത് ആരോടും വിശദീകരിക്കേണ്ടതില്ല. ഒരല്പ വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ ബാധിച്ചവർ നമ്മുടെ സ്വന്തം കുടുംബത്തിലുള്ളവരായാൽ പോലും നിങ്ങൾ കൂടിപ്പെരുമാറരുത്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്ന് ഇവിടെ ഡോക്ടർമാര് പറഞ്ഞപ്പോൾ ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടായിരുന്നോ? കാരണം അത് പകരും എന്നതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുത്തൻവാദത്തെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? കലബി, അത് പേപ്പട്ടി വിഷം പോലെയാണ് എന്നവർ. പേപ്പട്ടി വിഷം പോലെയാണ്, വളരെ അകന്നു നിൽക്കണം എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? അത് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും അയിമ്മത്തും ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മുസ്തസ്ഫയിൽ പറഞ്ഞു, അതെ, ഇത്തിഫാഖി സലഫിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മുൻഗാമികൾക്ക് തർക്കമില്ലാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ ചില വിഷയങ്ങളിൽ വീക്ഷണ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് സുബഹിയിലാണോ ഖുനൂത്ത് ഓതേണ്ടത്, ഫിത്റിലാണോ, ഇങ്ങനെ ചില വീക്ഷണ വ്യത്യാസങ്ങൾ സലഫിലുള്ള ഇമാമിങ്ങൾക്കിടയിൽ ഉണ്ടാകും. എന്നാൽ ഒരു ഇമാമിനും തർക്കമില്ലാത്ത, 3 നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പണ്ഡിതനും ഒരു സഹാബിക്കും തർക്കമില്ലാത്ത കാര്യം, പുത്തൻവാദിയെ ആക്ഷേപിക്കണം, വമുഹാജറത്തിഹിം, അവരുമായി മാറി നിൽക്കണം, അവരുമായി ബന്ധം വിച്ഛേദിക്കണം. അതിൽ സലഫുസ്സാലിഹീങ്ങളായ ഇമാമിങ്ങൾക്കും സഹാബികൾക്കും ഒരു തർക്കവും ഇല്ലെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇനി 1000 പണ്ഡിതന്മാർ ആ വിഷയം പറഞ്ഞതുണ്ട് എന്ന് എല്ലാ ആലിമീങ്ങൾക്കും അറിയാമല്ലോ. എന്തിനാണ് അവരങ്ങനെ പറഞ്ഞത്? അതിന് താജുൽ ഉലമ പറഞ്ഞു, മക്കളെ, ആരോഗ്യം പകരൂല, രോഗം പകരും. ആരോഗ്യം ഒരാൾക്ക് പകരൂല, അത് അവരവർക്ക് തന്നെ ഉണ്ടാകേണ്ട സംഗതിയാണ്. രോഗം അങ്ങനെയല്ല, രോഗം പകരും. ഇതൊരു വലിയ പകർച്ചവ്യാധിയാണ്. ആ പകർച്ചവ്യാധിയുമായുള്ള ബന്ധം ഉണ്ടായാൽ ആ രോഗം പകരാൻ വളരെ സാധ്യതയുണ്ട്.